ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്നാണ് എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് തന്നെ വേൾഡ് ഫാസ്റ്റസ്റ്റ് മൂവിങ് കമ്പനീസ് ആയിട്ടുള്ള ലുലു ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ്, മെറ്റഡാറ്റ ടെക്നോളജീസ് എന്നീ കമ്പനികളിലേക്ക് വന്നിട്ടുള്ള വമ്പൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. മിനിമം +2 യോഗ്യതയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ടാറ്റ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസൊക്കെ ഒന്ന് നോക്കാം. ടാറ്റ ഗ്രൂപ്പിൻ്റെ ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് ഏകദേശം 500ഓളം വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ടാറ്റ ഇലക്ട്രോണിക്സിൻ്റെ ബാംഗ്ലൂർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ടാണ് ഇപ്പോൾ 500ഓളം മെയിൽ വേക്കൻസീസ് വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബാംഗ്ലൂർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 15,000ഓളം എംപ്ലോയീസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് 1 by 1 ആയി നോക്കാം. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 500ഓളം വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 11, 2024 ആണ്. നിങ്ങളുടെ പോസ്റ്റ്, അതായത് ഡെസിഗ്നേഷൻ വരുന്നത് ജൂനിയർ ടെക്നീഷ്യൻ എന്നായിരിക്കും. ജോബ് റോൾ വരികയാണെങ്കിൽ ഇലക്ട്രോണിക്സ് അസംബ്ലിങ് തന്നെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത്. അത് പ്രോപ്പർ ട്രെയിനിങ് എല്ലാം ടാറ്റ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് +2 ആൻഡ് എബോ ആണ്. അപ്പോൾ +2 വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 18നും 26നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ലാംഗ്വേജസ് എനി ലാംഗ്വേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സാലറി ആയിട്ട് പറയുന്നത് 16,500 രൂപ മുതൽ 1,000 രൂപ ബോണസായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡും അക്കോമഡേഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വീക്ക്ലി 1 ഡേ ഓഫ് ആയിരിക്കും. 6 ഡേയ്സ് ആയിരിക്കും വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന മാൻഡാറ്ററി ആണ്. അപ്പോൾ അതിന് തയ്യാറാവുന്നവർ മാത്രം ഇതിലേക്ക് അപേക്ഷിക്കുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തത് ലുലു ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ്. കേരളത്തിൽ കാലിക്കറ്റ് പ്രവർത്തിക്കുന്ന ലുലു മാളിലേക്കാണ് അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടക്കുന്നത്. കാഷ്യർ തസ്തികയിലോട്ടാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസാന തീയതി ഡിസംബർ 11, 2024 ആണ്. മെയിൽ കാൻഡിഡേറ്റിനായിരിക്കും ഈ ഒരു തസ്തികയിലോട്ടും അപേക്ഷിക്കാൻ കഴിയുന്നത്. ഫുൾ ടൈം വർക്ക് തന്നെയാണ് വരുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിനെ താഴെ നൽകിയിരിക്കുന്ന ആ ഒരു മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം അയക്കാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അടുത്ത വേക്കൻസി പറയുന്നത് മെറ്റഡാറ്റ കമ്പനിയിലോട്ടാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മെറ്റഡാറ്റ ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഇവിടെ അവർ ബൾക്കായിട്ടാണ് ഹയറിംഗ് നടത്തുന്നത്. ജോബ് ടൈറ്റിലും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഹയറിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൊച്ചിയിലോട്ടും അതുപോലെ തന്നെ ദുബായിലേക്കുമാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും കൊച്ചിയിലോട്ടാണെങ്കിലും ദുബായിലോട്ടാണെങ്കിലും ഇവർ ഹയർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ജോബ് വേക്കൻസീസ് ആണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 6 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. നമുക്ക് വേക്കൻസീസ് ഒന്ന് നോക്കാം. 1 by 1 ആയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വേക്കൻസി വരുന്നത് കൊച്ചിയിലേക്കാണ്. ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസിയിലോട്ടാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് 2.5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് ഫങ്ഷണൽ കൺസൾട്ടൻറ്റ് 3 മുതൽ 7 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും. കൊച്ചിയിലോട്ടും ദുബായിലോട്ടും ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെയിൽസ് ഫോഴ്സ് ലീഡ് കൺസൾട്ടൻറ്റ്. എക്സ്പീരിയൻസ് പറയുന്നത് 5 മുതൽ 7 വർഷം വരെയാണ്. കൊച്ചിയിലേക്കാണ് പോസ്റ്റിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ദുബായിലേക്കാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്. അടുത്തത് ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്. എക്സ്പീരിയൻസ് പറയുന്നത് 2 വർഷം മുകളിലുള്ള എക്സ്പീരിയൻസ് ആണ്. കൊച്ചിയിലോട്ടാണ് പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് സെയിൽസ് മാനേജർ ഇൻസൈഡ് ആണ്. എക്സ്പീരിയൻസ് പറയുന്നത് 6 വർഷത്തിന് മുകളിലുള്ളതാണ്. ലൊക്കേഷൻ കൊച്ചിയാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ്, അതും ഇൻസൈഡ് തന്നെയാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. കൊച്ചിയിലോട്ട് തന്നെയാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റും വരുന്നത്. അടുത്തത് ഇൻസൈഡ് സെയിൽസ് അസോസിയേറ്റ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കൊച്ചിയിലേക്കാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. അടുത്തത് അക്കൗണ്ട് കം അഡ്മിൻ. 3 മുതൽ 8 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ദുബായിലേക്കാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്.
9 വേക്കൻസീസാണ് മെറ്റാഡാറ്റ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനായിട്ട് ഈ തന്നിരിക്കുന്ന നമ്പറിലോട്ട് CV അയക്കാവുന്നതാണ്. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയിലെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസീസ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് വാട്സപ്പ് നമ്പറും മെയിൽ ID ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഓൾ കേരള വേക്കൻസീസ്, ഗൾഫ് വേക്കൻസീസ്, പാർട്ട് ടൈം, ഫുൾ ടൈം, വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്